ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ഡേ ഞാൻ ഈ വ്ളോഗ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഇപ്പം തൊട്ടേ ഉള്ള ഡേയ്സിലെ ഏറ്റവും ഭയങ്കര ഡൗൺ ആയ ഒരു ഡേ ആയിരുന്നു. കാലത്ത് എണീറ്റ് ചപ്പാത്തി കഴിച്ചു, പിന്നെ ഉച്ചയ്ക്കും ചപ്പാത്തി കഴിച്ചു. ഉച്ചയ്ക്ക് എനിക്ക് അച്ഛനാണ് ചപ്പാത്തി, ഉച്ച എന്ന് പറഞ്ഞാൽ 3 മണിയായി, ഉച്ച തിരിഞ്ഞു. ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. അച്ഛനാണ് എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നെ. കാലത്ത് കുറേ പേടിപ്പിക്കുന്ന കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ട് എണീറ്റത്. വീഡിയോ എടുക്കാനൊന്നും തോന്നിയേ ഇല്ല. അമ്മ വന്നപ്പോൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചനെ കാണാൻ പോയി. കാലത്ത് വളരെ മോശം സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെ ഞാൻ ഈ ഡേ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്ത എന്തൊക്കെയോ മനസ്സിന് ഭയങ്കര ഒരു പീസ്ഫുൾ ഫീൽ കിട്ടും. ഇതവിടെ കണ്ട ഒരു ചെറിയ പൂവാ, പക്ഷെ അതിന് എന്തൊരു ഭംഗിയാ അല്ലേ. ഞാൻ വളരെ ഡൗൺ ആയിരുന്നു, പക്ഷെ ആ പൂച്ചക്കുട്ടി അങ്ങനെ കയറിപ്പോണപ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷമൊക്കെ തോന്നി. നൈറോബി അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചനെ കണ്ടിട്ട് എന്തോ ദേഷ്യപ്പെടുകയാണോ അങ്ങനെ തോന്നുന്നു, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നൈറോബീനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം. നൈറോബി പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ്? അമ്മയും അച്ഛയും മാമൻ്റെ വീട്ടിൽ പൂരത്തിന് പോകാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്കൊരു ടാങ്ക് ഉണ്ടാക്കി തരാം. ടാങ്ക് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വല്ലാത്ത വിഷമോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം തോന്നിയൊന്ന് പോയി കുളിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നു. അപ്പം ഞാൻ പോയി കുളിച്ച് പിന്നെ സ്കിൻ കെയറൊക്കെ ചെയ്തു. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഈ ചിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇരുമ്പ് നല്ല സോഫ്റ്റാണ്. എൻ്റെ കയ്യിൽ നിറയെ ഇങ്ങനെ വെറൈറ്റി ഹെയർ ബാൻഡ് കുറേ ഉണ്ട്. മാംഗോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാംഗോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പണ്ട് മാമ്മ ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ മാങ്ങ ചെത്തി ഇങ്ങനെ തരുമായിരുന്നു. ഞാൻ എന്താ വേഗം 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 എന്ന് പറയാം, പക്ഷെ ഇത് ചെത്തുമ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുന്നത്. അത് ചെത്തുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ തോന്നില്ല, അത് തന്നെ കോൺസെൻട്രേഷൻ വരും. പിന്നെ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ നേരെ കൊണ്ടുപോയി കുട്ടാപ്പന് കൊടുത്തു. കുട്ടാപ്പു ഇതാ മാങ്ങ ജ്യൂസ്. അപ്പോഴേക്കും അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗീ റൈസും പിന്നെ പെപ്പർ ചിക്കനൊക്കെ കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആൽഫനെ കുറച്ച് നേരം പറ്റിച്ചു. ലാസ്റ്റ് ആൾക്ക് വേണ്ട അവിടെ കിടന്നു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ മുല്ല. ഇവിടെ നിന്നാണ് അമ്മ എനിക്ക് മുല്ലപ്പൂ കൊണ്ടുവരാറ്. എന്നിട്ട് മുല്ലപ്പൂവൊക്കെ പൊട്ടിച്ച് റൂമിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.